എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഇന്ന് സാറ്റർഡേ ആയിട്ട് ഞാൻ എങ്ങും പോയില്ല. കാരണം ഞാൻ പുറത്തൊക്കെ പോയി ഈ വ്ളോഗ് വീഡിയോ അതെടുത്ത് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങ് മടിച്ച് ശനി ഞായറും വീട്ടിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അന്നേരം വീട്ടിൽ നിന്നപ്പോൾ നമ്മളിപ്പം ഇനിയിപ്പോൾ ഈ ആഗസ്റ്റ് മാസമൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ആദ്യമല്ലേ, ഓണമൊക്കെ അല്ലേ, അപ്പോഴത്തേന് നമ്മൾ ഈ വീട് വൃത്തിയാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആളിനെ വിളിച്ച് നമ്മളതൊക്കെ ചെയ്യിക്കാറുണ്ട് എല്ലാ വർഷവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ പണിക്കാരെയൊന്നും ഇപ്പോൾ കിട്ടത്തില്ല. അവരെല്ലാം ഭയങ്കര ബിസിയാണ്. അവർ വന്നാൽ നമ്മൾ പറയുന്നതൊന്നുമല്ല അവർ ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അങ്ങ് ചെയ്തിട്ട് പോകും. എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേരെ നിർത്തുവാണെങ്കിൽ ഇവരവിടെ നിൽക്കുന്ന തൈകൾ, പേരയുടെ തൈ, പ്ലാത്തിയുടെ തൈ, പിന്നെ അതുപോലെ നമ്മളെ റോസ, എല്ലാ സംഭവങ്ങളും അവർക്ക് തോന്നുന്ന കണക്കെല്ലാം വെട്ടിക്കളഞ്ഞ് കുളമാക്കി വെച്ചിട്ടങ്ങ് പോവും. നമ്മളെ ചങ്ക് തകരും. നമ്മൾ അവരെ വിളിക്കുമ്പോൾ അവർ വരത്തില്ല, നമ്മളുള്ളപ്പോൾ അവരും വരത്തില്ല. അപ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ വിചാരിച്ച് 2 ദിവസം വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ അന്ന് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഇവിടുത്തെ 2 ടീമുകളെ നമ്മളെ സ്വന്തം പുത്രനെയെല്ലാം ചാക്കിലാക്കി എല്ലാവരും കൂടെ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി ഇന്ന് എന്തായാലും ഒരുവിധം എല്ലാം വൃത്തിയാക്കി. ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഒരുവിധം എന്നാലും വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഉള്ള കാടെല്ലാം നല്ല നീറ്റാക്കി, പെരുങ്കാടായി, അകത്ത് പോലും കയറാൻ പറ്റാത്ത അത്രയ്ക്കും കാടായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി. ഇനി വരുന്ന വഴി ഉണ്ട്, അത് ഒത്തിരി പെരുങ്കാടായി കിടക്കി, ഇച്ചിരി കഷ്ടപ്പാടാത്. ഇനി അത് കൂടെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അങ്ങനെ ഇനി ഓരോ ദിവസങ്ങളും 10 മിനിറ്റ് വീതം സ്പെൻഡ് ചെയ്ത് ഇവിടെ ഓണം വരുത്താനുള്ള പരിപാടിയിലാണ് ഞാൻ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ നല്ല വിഷമത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ ചവറ്റുകൊട്ടയിൽ കളഞ്ഞിതായി ഇവിടെ വന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ചിന്തിച്ചാൽ ഒരു അന്തവും കുന്തവും ഇല്ല. അതങ്ങനെ ഇങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സും തരും, നമുക്കുള്ള പ്രഷറും കൂടും, നമുക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ അതെല്ലാം കളഞ്ഞതായി ഇവിടെ വന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്നെങ്ങും പോയില്ല. ഇനി 2 ദിവസം ശനി ഞായറും പറമ്പ് വൃത്തിയാക്കലാണ് പരിപാടി. ഇനി രാവിലെ അറിയാം ഇന്നത്തെ പറമ്പ് വൃത്തിയാക്കലിൻ്റെ ക്ഷീണമൊക്കെ. എങ്കിലും ഞാൻ നാളെയും അതാണ് എൻ്റെ പണി. എങ്ങും പോകുന്നില്ല. പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ പാവം ചാനലിനെ ഒന്നും ആർക്കും വേണ്ട. സത്യത്തിൽ ഈ ഉള്ള കാര്യം ഈ പറയുന്നത്, നമ്മുടെ കൂടെ ഉള്ളവർ പോലും, നമ്മുടെ കൂട്ടുകാർ, ഇവരാരും നമ്മുടെ ഒന്നും ചാനലൊന്നും കാണത്തില്ല. അവർക്കൊക്കെ ഒരു പുച്ഛമായിരിക്കും നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നതിനെയും അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോന്നും ഇരുന്ന് പറയുന്നതും. ആൾക്കാർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവരും അതൊന്നും കാണത്തുമില്ല. പിന്നെ നമ്മൾ എല്ലാവർക്കും ഒരുപോലൊന്നും പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും ദൈവം കൂടെ വിചാരിക്കണം ഓരോന്ന് നല്ല രീതിയിൽ പോകണമെങ്കിൽ. ചില ആളുകളുടെ ഭാഗ്യമാണ്. നമ്മൾ ഭാഗ്യമുള്ള ചാനലുകളെല്ലാം കാണുകയും അവരെ കണ്ട് സന്തോഷിക്കുകയും ചെയ്യുക. അതാണ് നല്ലത്. ഞാൻ ഇങ്ങനെ വെളിയിലൊക്കെ പോയി വീഡിയോസ് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൂടുതൽ ആളുകളൊന്നും കാണുന്നില്ല. പിന്നെ എന്തിനാ പോകുന്നത്? അത് കാരണം ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കുക. എന്തായാലും 2 ദിവസം കൊണ്ട് ഇനിയിപ്പോൾ ഈ ആളുകളെയൊന്നും കിട്ടത്തില്ല. മുമ്പൊക്കെ ആണെങ്കിൽ 2-3 ആളുകൾ ഈ സീസൺ ആകുമ്പോഴത്തേനും ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. ഓണസമയവും അല്ലാതൊക്കെ തെങ്ങും തടം എടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവർ എല്ലാ വീടാന്തരം വന്ന് എന്തൊരു സന്തോഷമാണെന്നറിയാം. പറമ്പ് ക്ലീൻ ചെയ്യുന്ന 3 ആളുകൾ ഇച്ചിരി പ്രായമൊക്കെ ഉള്ളവരായിരുന്നു. അതിലൊരാളങ്ങ് മരിച്ചപ്പോഴാണ് പിന്നെ അവർ വരവങ്ങ് നിന്നത്. അവർ കിണർ ഇറക്കി അവരെല്ലാ പണിയും അവർ ചെയ്യുമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പണ്ടൊക്കെ. അന്ന് എൻ്റെ അമ്മായിയമ്മയൊക്കെ ഉള്ള സമയമായിരുന്നു. അവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിനും ബുദ്ധിമുട്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്ന് ഞാൻ ഇറങ്ങിയത്. എന്തൊരു കൊതുകടിയാണെന്നറിയാമോ? ഭയങ്കര കൊതുക്. ഈ പച്ചിലകളെല്ലാം വളർന്ന് കിടക്കുന്നത് കൊണ്ട്. അല്ലെങ്കിലും കൊല്ലത്ത് പൊതുവേ കൊതുക് ഭയങ്കരമാണ്. ഒരു രക്ഷയില്ല, നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തായാലും ഇന്ന് ഒരുവിധം ആയി. ഇപ്പോൾ ഒരു സമാധാനമുണ്ടോ? അകത്തോട്ട് കയറാൻ, വീടിനകത്തോട്ട് കയറാനെല്ലാം നല്ല ഭംഗിയായിട്ട് ചെത്തി. ഇനി ഇങ്ങോട്ട് വന്ന് കയറുന്ന വഴിയില്ല, പ്ലാവും അവിടെയെല്ലാം നീറ്റാക്കാനുണ്ട്. ഓരോ ദിവസവും ഇനി എൻ്റെ 10 മിനിറ്റ് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് ഞാൻ ഓണം വരുത്തും എന്ന് തീരുമാനമെടുത്ത്. പണിക്കാർ വന്നാലും ഇവിടെ പുല്ല
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. പക്ഷേ നമ്മൾ മനസ്സ് വയ്ക്കണം. എന്ത് കാര്യവും നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും. പിന്നെ ഈ ചാനലിൻ്റെ കാര്യം മാത്രം ഭാഗ്യം കൊണ്ടാണ് മുന്നേറുന്നത്. കാരണം അത് ഒരു ഭാഗ്യമാണ്. നമ്മൾ എത്ര കിടന്ന് കസരത്ത് നടത്തിയിട്ടും നമ്മളെ കൂട്ടുകാർ പോലും നമ്മളെ ചാനലൊന്നും കാണത്തില്ല. അവർ വിചാരിക്കുന്ന ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. എന്നാലും ഇത് തുടങ്ങി കുറച്ച് സമാധാനമുണ്ട്. എന്ത് കാര്യങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ പാചകം അടിക്കാം. അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോ ദിവസവും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമുള്ള എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ എടുത്ത് ചവറ്റുകൊട്ടേ കളഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ഓരോ ദിവസവും പറമ്പ് വൃത്തിയാക്കലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതൊരു വലിയ കടമ്പയാണ്. അത്രയ്ക്ക് പെരുങ്കാടാണ്. പണിക്കാരെയൊക്കെ തിരക്കി നടന്ന് ഞാൻ മടുത്ത്. ഞാൻ വഴിയെ നാൾ അങ്ങോട്ട് നടന്നു ഇപ്പം കാണാനില്ല. അപ്പുറത്തെ വീട്ടിലാണ് എൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നൊരു പണിക്കാരൻ ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ച്. എന്നിട്ട് ആ മനുഷ്യനെ ഇന്ന് വരെ പിന്നെ കണ്ടിട്ടില്ല. ഇവരെയൊക്കെ ഭയങ്കര ബിസിയായി. ഇവരൊക്കെ ഈ ഒരു പണിക്ക് മാത്രമല്ല വേറെയും എന്ത് പണിയായാലും അവർ അതിനൊക്കെ കിട്ടുന്ന പണിയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അവർക്കൊക്കെ ഭയങ്കര പാടാണ് വരെ പണിക്കാർക്ക്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് വലിയ വിശേഷങ്ങളൊന്നുമില്ല. ഇന്ന് രാവിലെ അടുക്കളപ്പണി കഴിഞ്ഞ് പുട്ടൊക്കെ ഉണ്ടാക്കി. എൻ്റെ ഇഷ്ട ഭക്ഷണം പുട്ട്, ചിക്കൻ കറി, ചോറ്, കപ്പ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചും കൊണ്ടങ്ങ് ഇറങ്ങി. എന്തായാലും ഒരു സന്തോഷമുണ്ട്. ഇന്ന് മഴയെല്ലാം മാറി. ഇന്ന് അത് കാരണം കുറേ വൃത്തിയാക്കിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും കൊതുക് അടിച്ച് ഇനി ഒന്നുമില്ല. കൈയും എല്ലാം പരുവായി ഇരിക്കുക. കുളിച്ച് ഇതാ ഇവിടെ വന്നിരിക്കുക. എന്നിട്ടാണ് ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമ്മളെ വീഡിയോ ഒന്നും ആരും കാണത്തില്ല ആർക്കും. കാരണം നല്ല രീതിയിൽ പോകുന്ന, നല്ല ഇഷ്ടപ്പെടുന്ന, നല്ല പ്രസൻറ്റേഷനും എല്ലാം ഉള്ള ഒരുപാട് ചാനലുകളുണ്ട്. ആരെയും നമ്മൾ കൂട്ടുകാരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ കാണും. നമ്മളിരുന്ന് ഈ കസർത്ത് നടത്തുന്നത് കാണും. അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രസൻറ്റേഷൻ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. എനിക്കുള്ള ഒരു ടൈം പാസ്സായിട്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഇന്ന് എങ്ങും പോയില്ല. ശനി ഞായറും എങ്ങും പോയില്ല. സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു വ്ളോഗിന് ആയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തെല്ലാം ഇടുന്ന പതിവാണ്. പക്ഷേ അതൊന്നും ഇട്ടിട്ട് ആരും ഒന്നും കാണുന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ തന്നെ വിചാരിക്കുക ഇതങ്ങ് തുടങ്ങിപ്പോയത് കാരണം ഇത് നിർത്താനും വയ്യ. മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് അത് മൂവ് ചെയ്യുന്നതുമില്ല. ഞാൻ ഇങ്ങനെ ആകെപ്പാടെ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. ഇത് വേണോ വേണ്ടോ എന്നുള്ളത്. പിന്നെ എന്തായാലും ഇടുകയാണ്. ഇതൊന്നും ഇടാതിരുന്നാൽ ഇത് തീരെ അങ്ങ് ഇതായിപ്പോവും. അതുകൊണ്ട് ഓരോന്നങ്ങ് ഇട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊക്കെയാണെന്ന് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞ് ഹാപ്പിയായിട്ട് ഇവിടെ ഇരിക്കുന്നു. അങ്ങനെ നല്ലൊരു സാറ്റർഡേ ഇന്നായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നാളെ ആകട്ടെ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ശരി.